KSRTCക്ക് 74 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സഹായമാണ് അനുവദിച്ചത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ ചേരുന്നു. അലക്സ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ മന്ത്രി പറയുന്നത്? എന്തായാലും പെൻഷൻകാർക്ക് ആശ്വാസം. അലക്സ്. ഹാഷ്മി, KSRTC പെൻഷൻകാർ ആളുകളൊക്കെ നമ്മളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പെൻഷൻ മുടങ്ങുന്നത്, അതിൽ കുടിശ്ശിക വരുന്നതും അവരുടെ ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവരിങ്ങനെ പറയുന്നുണ്ട്. അതിൽ ചെറിയൊരു ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ധനമന്ത്രി KSRTCക്ക് പെൻഷൻ വിതരണത്തിന് 74.34 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ധനമന്ത്രി തന്നെയാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സഹായമാണ് അനുവദിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ഇതിനകം 933.34 കോടി രൂപ KSRTCക്ക് നൽകി. പ്രത്യേക സഹായമായി 380 കോടി രൂപയും പെൻഷൻ വിതരണത്തിന് 532.44 കോടി രൂപയുമാണ് നൽകിയത്. ഈ വർഷം ബജറ്റ് വകയിരുത്തൽ 900 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടിക്ക് പുറമെ 676 കോടി രൂപ കൂടി അധികമായി കോർപ്പറേഷൻ സർക്കാർ സഹായമായി നൽകിയതായി ധനമന്ത്രി പറയുന്നുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് 7,904 കോടി രൂപ KSRTC സർക്കാർ സഹായമായി നൽകിയെന്ന് പറയുന്നു. രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്ത് 12,906 കോടി രൂപ നൽകിയെന്ന് പറയുന്നു. അതിലൊരു രാഷ്ട്രീയം കൂടി മന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ UDF സർക്കാർ പക്ഷേ 5 വർഷത്തിനുള്ളിൽ നൽകിയത് 1,467 കോടി രൂപ മാത്രമാണ് KSRTCക്ക് നൽകിയതെന്ന് കൂടി ധനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഹഷ്മി. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും KSRTC പെൻഷൻകാർ വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തുച്ഛമായ പെൻഷനാണ്, അതുപോലും കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. അതിനൊരു പരിഹാരമാവുമെങ്കിൽ നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.